ഇതിന്റെ പേരാണ് എരുന്ത്. നിങ്ങളെ നല്ല രസമുണ്ട് കാണാന്. ഗൈസ് അപ്പൊ ഇമ്മ അവിടെ നമ്മള് എരുന്ത് കുക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നീ കാണിച്ചത് ഞങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് അത് കുക്ക്. അത് ഷെല്ലോടെ കൂടിയല്ല ചെയ്യാ. ഷെല്ലോടെ കൂടി എന്താ പറയാ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്ത് അത് ഞാൻ കാണിച്ചിരുമ്പോ ഉണ്ടാക്കുന്നുണ്ട്. സോ അതിന് മുമ്പ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ. കാരണം ഇത് ഞങ്ങൾ ഇങ്ങനത്തെ എപ്പം വാങ്ങിയത് കഴിക്കാൻ കഴിയില്ല, കേടായി പോകാറ്. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങുന്നത്. അപ്പൊ കിലോന് 300-400 രൂപ. ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇതിൽ കട്ട് ചെയ്ത് നോക്കാം. ഇത് പഴുപ്പിക്കൽ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. കേടായിരുന്നു ഉള്ളില്. കേടുള്ളത് ചക്കപ്പഴം പോലൊരു സാധനം. പക്ഷെ ഇത് തിന്നാനുള്ള യോഗമില്ല. എപ്പം കൊണ്ട് ഇത് പഴുപ്പിക്കേണ്ടി വരും അല്ലേ? പച്ച മേടിച്ചോണ്ട് എന്നിട്ട് നമ്മൾ പഴുപ്പിക്കണം. ഫുള്ള് കേടായി. പൈസന്റെ സാധനല്ലേ, ഫുള്ള് കേടായി. നമ്മൾ അക്വാറിയത്തില് പുതിയ മീനിനെ വാങ്ങിയിടാനായിട്ടോ. എല്ലാ മീനും ചത്ത്. വാവ്, എല്ലാം ചത്ത്. ഇനി ഇതാക്കണ ഈ സക്കോ ഫിഷ് മാത്രമേ തോന്നുന്നു. സോ ഇതിന് മുമ്പ് തന്നെ ക്ലീൻ ചെയ്യണം. ഡ്യൂട്ടി ക്ലീൻ ആക്കുന്നുണ്ട് ഞങ്ങളെ. നമുക്ക് ഇന്ന് തന്നെ കയ്യാണ് മീനെ വാങ്ങലേ. വൃത്തിയിൽ ക്ലീൻ ആക്കും. ആ പൂപ്പല് ഫുള്ള് എപ്പോഴും പൂപ്പലൊരു കോപ്പ്. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഡ്യൂട്ടി ജസ്റ്റ് ഇതും കൊണ്ട് എടുക്കുകയാണ്. എടുത്തിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ഓക്കെ, നോക്ക് അവിടെ ടൈമർ ഉണ്ട്. ആ ടൈമർ വെയിറ്റ്. ഓ മൈ ഗോഡ്, ടീമെല്ലാം തട്ടല്ലാതെ കൊണ്ടൊക്കെ സാധനങ്ങളൊക്കെ എമ്മ അങ്ങോട്ട് ഇട്ട് വെച്ചോണ്ടില്ല. കറി വെച്ചാണ് ഇങ്ങോട്ട് വെള്ളത്തിൽ ഇതേമാതിരി തന്നെ നമ്മൾ കഴിക്കും ചെയ്യാൻ ദിവസം കാണിച്ചത് കഴിക്കുന്നത് പ്രത്യേക സ്റ്റൈലായി. ഇത് ഓണാക്കില്ല ദിവസം ഓണാക്കിനാ. അത് ശരി, ഓണാക്കില്ലേ. അത് ചൂടാവുമ്പോ ഇങ്ങനെ തുറന്നു വരില്ല. ഞങ്ങൾ നല്ല രസം കാണാം. ചൂടാവുമ്പോ തുറന്നു വരും. എന്നിട്ട് അതിനുള്ള കാമ്പും കാര്യങ്ങളൊക്കെ കഴിക്കാം. എന്തായാലും ചിക്കൻ ഇതാക്കണ ഡ്യൂട്ടി ഇവിടെ ചട്ടിപ്പട്ടി തിന്നതാണ്. ഞാൻ കോഴിക്കോട് കൊണ്ടുവന്ന അടിപൊളി സാധനം കേട്ടോ. എന്റെ ഫേവറേറ്റ് കേസ്. എന്റെ ഫേവറേറ്റ് അല്ലേ? ഏതപ്പോ ഇതാക്കണ ഡ്യൂട്ടി ഇത് ഓപ്പൺ ആക്കി കാണിച്ചു. ഓ കണ്ടില്ല, എല്ലാത്തിനും ഇതൊക്കെ വറ്റും. വറ്റി കഴിഞ്ഞിട്ട് ഈ കക്കുന്നൊരു വെള്ളം വരും. ആ വെള്ളമാണ് ലാസ്റ്റ് കുറച്ച്. വെള്ളം എനിക്ക് ഭയങ്കര. ഞാൻ ഇത് ഉണ്ടാകുമ്പോ ചോറ് ഞാൻ ഉച്ചക്കന്നെ 2-3 വട്ടം കഴിക്കും. വൈകുന്നേരം ചോറ് തുറന്നു വന്നിട്ടോ. ഫുഡ് അവിടെ റെഡി ആവണ്ട. അപ്പൊ അതിന് മുമ്പേ കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇപ്പൊ പോയിട്ട് അക്വാറിയത്തിലേക്കുള്ള ഫിഷിനെ വാങ്ങാൻ. മീമിനെ വാങ്ങാൻ അപ്പൊ നമ്മള് ഓരെടുത്തിട്ടാണ് പോകുന്നത്. എന്റെ സ്വന്തം പേട ഗൈസ്. ഞാൻ ഡ്യൂട്ടി കൊടുക്കുകയാണ്. ഞാൻ എന്തിനാ കോഴിക്കോട് പോയിച്ചു? നമ്മളെ ഇംഗ്ലീഷ് കഫേന്റെ ഒരു എന്താ പറയാ 2nd ഇയർ ആനിവേഴ്സറി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ മാത്രം പോയി, ഡ്യൂട്ടിനെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഞാൻ പോയി പിറ്റേന്ന് തിരിച്ചു വന്നു ഗൈസ്. നമ്മള് മീനുകൾ മേടിക്കാൻ പോവാണ്. നമ്മളെ ചെറിയ മീനുകളെ പറ്റുള്ളൂ ഇല്ലക്ക, ചെറുതുള്ളൂ. അപ്പൊ ചെറുത് കുറച്ച് മേടിക്കാം. പിന്നെ ചെടികളും മേടിക്കണം. ചെടികൾ നമുക്ക് അവിടെ കൊടുത്തിക്കണം. അതെ, നമ്മളെ ചെടികളൊക്കെ നശിച്ച് കോലികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വരുന്നുണ്ട് കേട്ടോ. ലീഫ് പുതിയ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് കളർഫുൾ ആയിട്ടുള്ള മീമീസിന് മേടിക്കാം. എന്നിട്ട് ഫുഡ് കഴിക്കണം. നമ്മള് ഷോപ്പിലെത്തി. ഓപ്പൺ ആക്കിക്കോ, ലെറ്റ്സ് ഗോ. നമ്മളെ സെയിം സാധനം കേട്ടോ ഗൈസ്. അങ്ങനത്തെതാണ്. അപ്പൊ അതിൽ ഫില്ല് ചെയ്യാനുള്ള ഫിഷസിനാണ് നമ്മൾ എടുക്കുന്നത്. സോ നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും നല്ല ഫിഷസ് എടുത്തോ. മിക്സ് ആക്കിയിട്ട് എടുത്തോ. ഇവിടെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഏത് ഡ്യൂഡിന്റെ റൂമുള്ള ഫിഷ് ഇതാക്കണം. ഇതാണ് ഗൈസ്. പക്ഷെ ഡ്യൂഡിന്റെ റൂമുള്ള ഫിഷിനെ കാണാറില്ല, വല്ലപ്പോഴേ കാണാറുള്ളൂ. അതെ. പക്ഷെ നമ്മൾ ഇതാക്കണം. ഇപ്പൊ ഇതാക്കണം. അതിൽ നിന്ന് കുറച്ച് ഫിഷസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ കുറെ ഫിഷസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെടിയും വേണോ? ചെടി നോക്കിയെടുക്കാം അല്ലേ ഗൈസ്. പിന്നെ ഇതാക്കണം. അവിടെ കണ്ടില്ലേ അക്വേറിയം ഉണ്ടാക്കുന്നത് കല്ലും മണ്ണൊക്കെ ആണ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കല്ലൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ തെർമോക്കോൾ വെച്ചിട്ടാണ് സെറ്റാക്കുന്നത്. ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഗൈസ്. കണ്ടില്ലേ, ഫുള്ള് കല്ലോണ്ട് ചെയ്ത മാതിരി ഉണ്ടാവും ഗൈസ്. പിന്നെ നമുക്ക് ഇതാക്കണ ചെടികൾ വേണ്ട. അപ്പോൾ ഇവർ ഇതാക്കണ ഇവിടുന്ന് ചെടികളും കൂടി എടുത്തു തരും. നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ ഉണ്ടാവും. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. ഇവരെ വാങ്ങി അവിടെ നിന്ന് നമ്മൾ ഫിഷും വാങ്ങി. നമ്മളെ മാറൂൽ അക്വോ സിസ്റ്റം ഞങ്ങളെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ് അത് വരുന്നത്. സോ അവിടെ പോയിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങി. സോ പിന്നെ കുറച്ച് ചെടികൾ വാങ്ങി. ഇനി വീട്ടിൽ പോയി സെറ്റ് ആക്കണത്. അപ്പൊ ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് ഫിഷ് സെറ്റ് ചെയ്താ പോരെ. ഇല്ല, വിശപ്പൊന്നല്ല. ഞാൻ എരുന്ന് എപ്പോഴുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അതന്നെ. അപ്പൊ കൊച്ചിയിലിരുന്ന് കിട്ടാൻ കുറച്ച് പണിയാണ്. പിന്നെ അതിന്റെ സീസൺ ആകുമ്പോ കിട്ടണം, അല്ല അതിന്റെ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഗൈസ് ഡ്യൂട്ടി പോവുകയാണ് സാധനം വാങ്ങാൻ. ബൈ.
ഗൈസ് ഡ്യൂഡി ഒരു സ്റ്റൂള് വാങ്ങാൻ പോയതാണ്. വേറെ ഒന്നല്ല, ഞാൻ എരുന്ത് വാങ്ങില്ലായിരുന്നു. ഐ മീൻ എന്താ പറയുക, കക്ക. അതിന്റെ ഒപ്പം കുറച്ച് അതിന് വേറെ വേർഷൻ ഉണ്ട്, കടുക്കാന്നൊക്കെ പറയും. കല്ലുമ്മക്ക ഉണ്ടാക്കുന്ന സാധനം കോഴിക്കോട് സ്പെഷ്യൽ. സോ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇമ്മ കക്ക എടുത്ത് നോക്കിയപ്പോൾ ഞാൻ വാങ്ങിയതൊക്കെ ചെറുതായി പോയി. സോ ഇമ്മക്ക് നിന്നും കണ്ട് അത്രയും ടൈം ഓരോന്ന് പൊളിച്ചുണ്ടാക്കാൻ കഴിയില്ല. അപ്പം വേറെ സ്റ്റൂൾ വാങ്ങാൻ. സോ ആ സ്റ്റൂൾ വാങ്ങാൻ പോയതാണ് ഡ്യൂഡി ഗൈസ്. ഇതാണ് സ്റ്റൂള്. ലാസിക്ക് ഇരിക്കാനല്ല, അവിടെ വേറെ ലാസ് ഉണ്ട്. ആ ലാസ് ഇരിക്കാനാ. ഓക്കെ ഗൈസ്, അപ്പം വീട്ടിലെത്തി. മിസ് മൈ ഹോം ഗൈസ്. കുറെ കാലം നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോട്ടിൽ നമ്മളെ വീട് കാണിച്ചിട്ട്, തൊട്ടപ്പുറത്ത് പണിയാണ്, അതുകൊണ്ട് അവരവിടെ കെട്ടി അത് വൃത്തിയാക്കി. സോ ഞങ്ങളെ വാ, സ്റ്റൂളും കൊണ്ടുപോവാ. കുഞ്ഞു സാധനം ഇവിടെ റെഡിയായി. സോ ഇതാണ് നമ്മൾ കഴിക്കാൻ വന്ന ഗൈസ്. ഇതിന്റെ ഒരു വെള്ളമുണ്ട്, ഈ വെള്ളത്തിന് ഭയങ്കര രുചിയാ ഗൈസ്, രക്ഷയില്ല. നിങ്ങൾ എടുത്തിട്ട് കഴിക്കുക. അതിഭയങ്കരമായ ആക്രാന്തം മൂത്തതാക്കുന്ന ഡ്യൂഡി എടുക്കുന്നു. മതി ഗൈസ്, ഇത് കഴിക്കും. നമ്മളിത് മാത്രമേ കഴിക്കത്തുള്ളൂ, വേറൊരു സാധനം ഇതിലേക്ക് വെക്കത്തില്ല. കഴിച്ചോ. എങ്ങനെയുണ്ട് പറയും. ഇതിന്റെ ഉള്ളിലുള്ള ആ കാമ്പ് ഞാൻ കാണിച്ചിട്ട് ഒന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലേ. ഈ സാധനമാണ് നമ്മൾ കഴിക്കട്ടോ. ഇതാണ് ഇറച്ചി, ഇതാണ് നമ്മൾ കഴിക്കുക. കറക്റ്റ് കാണിച്ചിട്ടുണ്ടല്ലേ. ഉമ്മ ഭയങ്കര കഴിക്കുന്നത് ഈ സാധനമാണ് കഴിക്കുക. കഴിക്കും. ഒന്ന് കഴിച്ച് കാണിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ പറയും. ചക്കക്കെട്ട് താളിപ്പ് അങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഞാനും അപ്പൊ ഇതാക്കണ എടുത്ത് കണ്ടില്ലേ, എല്ലാത്തിലും ഇറച്ചിയൊക്കെ കണ്ടിട്ടോ, എല്ലാത്തിലും ഇറച്ചി. സോ അത് നമ്മളെ എരുന്തും കൂട്ടി ചോറ് തിന്നതിന്റെ കാണാം. ഇതിന്റെ ഒരു വെള്ളം കണ്ടില്ലേ, ആ വെള്ളമാണ് നമ്മൾ ഇതിന്റെ കറിയായിട്ട് യൂസ് ചെയ്യാം. സെറ്റ് സാധനം കഴിച്ചു, അടിപൊളി. കഴിച്ചപ്പോ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ആശ്വാസം. വീട് നിറച്ച ആ ഒരു എരുന്തിന്റെ നല്ലൊരു സ്മെല്ല്. നിങ്ങൾ ആരും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കി. എല്ലായിടത്തും ഉണ്ടോ എന്നറിയാം, ഓരോ സ്ഥലത്തെ ഓരോ ഫേവറേറ്റ് സാധനങ്ങളായിരിക്കും. സോ ഇനി നമ്മളുടെ ഫിഷിനെ നമ്മളെ ഈ ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പം ഇതാണ് ചെടികള്. ഇത് ഓരോ ചെടികളും കറക്റ്റ് ആയിട്ട് വെക്കണം കേട്ടടി, കളിക്കുന്ന കളിയല്ല. ഓക്കെ കുഞ്ഞു, ആദ്യം കുറച്ച് ഫിറ്റ് ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ 3 തരം നമുക്ക് ഡിഫറെന്റ് ആയിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, അതിന്റെ മുകളിലാണ് കയറുന്നത്. അതെന്റെ പറയില്ല, എന്റെ ഡോൾബി കൈ എത്തോ നോക്കാതെ എന്നിട്ട് ഇട്ടാ മതി. കൈ പോകുന്നുണ്ട്, കൈ എത്തോ. മോട്ടർ ഓഫ് ആക്കാം. മോട്ടർ ഓഫ് ഇല്ല, ഷോക്ക് അടിച്ച് ഈ കരിഞ്ഞു പോയില്ല ഞങ്ങളെ. യെസ് പോട്ടെ. കുറച്ച് താഴോട്ട് വേണം കേട്ടോ. കുറച്ച് താഴോട്ട് ആക്കിയാലേ നിക്കൂല. കണ്ടില്ല പറഞ്ഞു പറഞ്ഞേ, നല്ലോണം താഴത്തോട്ടാക്കും ഞങ്ങൾ, എന്നാലേ റെഡിക്കാൻ നിക്കത്തുള്ളൂ. രണ്ടാമത്തെ ചെടി ആയിട്ട് വെക്കണേ. ഒരു ചെടി വെച്ച് ഡ്യൂട്ടി രണ്ടാമത്തെ ചെടി ഇതാക്കണ സക്സസ്ഫുള്ളി അവിടെ പ്ലാന്റിങ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുഞ്ഞുമാൾ ചെയ്താ പൊളി. അത് സെറ്റായി. ഇനി ഓരോരോ പ്ലേസ് നോക്കി ഞങ്ങൾ ഓരോരോ ചെടികൾ വെക്കട്ടെ, എന്നിട്ട് മൊത്തമായിട്ടുള്ള കാണിച്ചത്. നമ്മൾ ഇതാക്കണ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ടോ. ഇതെന്താ ചെടി നമ്മൾ വിചാരിച്ചല്ലേ, നന്നായിട്ട് നമ്മൾ മാക്സിമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്. അതിന് കുറച്ചൊന്ന് വളർന്നു വരുമ്പോ റെഡിയോ അല്ലേടി, കുറച്ച് വളർന്നു റെഡിയോ. ഇനി നമുക്ക് മീനിടാൻ മാത്രമല്ല ഉണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡിയാവും. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എനിക്കെല്ലാം നോക്കിയാണ് അവിടെ അവളെ കൊണ്ടാവുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ വെച്ച്. ഇനി വെള്ളം ഒന്ന് ക്ലിയർ ആവണ്ടല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളെ മീനുകൾ. എല്ലാ കളർ മീനുകളും വാങ്ങിയിട്ടുണ്ട്. ഇനി ഇട്ടോ ഞങ്ങൾ അതിലെ കിട്ടോ, ഐശ്വര്യമായിട്ട് കിട്ടോ. മെല്ലെ ചാടി പോത്തില്ല. നല്ല മീന് മര്യാദക്ക് കഴിക്കാ. ആഹാ, എല്ലാരും എത്തില്ല. വെൽക്കം ടു ദി ന്യൂ ഹോം. ഓക്കെ സെറ്റ് ഗൈസ്. ഇപ്പോഴാണ് ഫുള്ള് വൈവായത് ഗൈസ്. അപ്പൊ ഇനി ഈ സാധനം നല്ലോണം കയറ്റി വെക്കാണ്. വെച്ചോ. ആ മോളത്തെ അത് എടുക്കണ്ടേ? വീണ് പോയ ഒന്നായി പൊട്ടി തപ്പിട്ട് വിടാവട്ടെ ഞങ്ങളെ. നോക്ക് ഇവിടെ ആയില്ല. സെറ്റ് ഇപ്പൊ ഫ്രെയിം വരുമ്പോഴാണ് രസം വരിക. മീനുകൾ കുറഞ്ഞോ? എല്ലാ മീനുകളും ഈ സൈഡിലല്ലേ വൃത്തിയില്ലേ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ രസമുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ രസമൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ കാണാന്. ഇനി വെള്ളം ഒന്ന് ക്ലിയർ ആവണ്ടേ. വെള്ളം ക്ലിയർ ആയത് കഴിഞ്ഞാല് മൊത്തത്തിൽ റെഡി ആവും. ദൂരത്ത് നോക്കിട്ടെ അടിപൊളിയാണ്.
നമുക്ക് ഇനി ഇതൊക്കെ ആ വയറൊന്നും ഒഴിവാക്കണം. അത് ഒഴിവാക്കും പിന്നെ പ്രത്യേക ഭംഗി വരും. ഗൈസ് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർവൽ അക്വാ സിസ്റ്റം എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കൊച്ചിയിലുള്ളവർക്ക് കൊച്ചിയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ അവിടെ പോയി വാങ്ങാം. എല്ലാ സാധനങ്ങളും വീട്ടിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നില്ല, നമ്മളെ ഒരു വീഡിയോ ഫുൾ വീഡിയോ ഡ്യൂട്ടി ബാക്കി ചെടികളൊക്കെ ഡ്യൂട്ടി നമുക്ക് ആവശ്യമുള്ളപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. ഇനി എന്താ സോ ഇന്നത്തെ സംഭവബഹുലമായ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സത്യടാ ഇപ്പൊ ഒരു ജീവ വെച്ചിട്ടില്ലേ, ഇതുവരെ ഡെഡായി കിടക്കരുത്. കാരണം ഒന്നാമത് ഇത് ഇങ്ങനെ ആവാൻ കാരണം വെച്ചാൽ ഞങ്ങൾ തീരെ ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധയില്ല. എപ്പോഴെങ്കിലും ഒരിക്കലും ക്ലീൻ ആക്കണ്ടല്ലേ. നമ്മൾ വീഡിയോ എപ്പോഴും എടുക്കണം, അപ്പൊ മാത്രം ക്ലീൻ തന്നെ ആക്കാറുള്ളൂ. കേസ് ഓക്കെ 6 മാസം 7 മാസം കൂടുമ്പോട്ട് ഒരു ക്ലീനിങ് നടത്തി. അതുകൊണ്ടാണ് മീനുകളൊക്കെ ചത്തുപോയത്. ഇനിയിപ്പോ നമ്മള് കട്ട് ചെയ്ത് കൊടുത്ത് ക്ലീൻ ആക്കി കൈയൊക്കെ ഇടാൻ ഒന്നും സീനില്ല. ഓക്കെ സോ പിന്നെ ഫുൾ ടൈം ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പയാ കൂളല്ലേ. ഒരു മീനൊക്കെ എടുത്ത് പുറത്തൊക്കെ വാക്കിംഗ് ഒക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ അത് ചത്തില്ല ഞങ്ങളെ. അത് കൊണ്ടുവന്നപ്പം അതിന്റെ ഉള്ളിൽ എനിക്ക് ഓക്സിജൻ തീരാനായിട്ട്. എനിവേ നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഗൈസ്. ബൈ.